ഇന്ത്യയിലെ 142 കോടി ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ് ഞാനീ പറയുന്നത്. 1948 രാഷ്ട്രപിതാവായിരിക്കുന്ന മഹാത്മജിയെ നാഥുറാം ഗോഡ്സെ എന്ന് പറയുന്ന ഒരാൾ വെടിവെച്ച് കൊല്ലുന്നു. 1984 ഒക്ടോബർ 31 മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാജിയെ ബിയാൻ സിംഗ്, സത്വന്ത് സിംഗ് എന്ന് പറയുന്ന 2 അംഗരക്ഷകർ വെടിവെച്ചു ഇന്ദിരാജിയുടെ ഗർഭപാത്രത്തെ ലക്ഷ്യമാക്കി ഉണ്ടകൾ വർഷിക്കുകയും ഇന്ദിരാഗാന്ധി വധിക്കപ്പെടുകയും ചെയ്യും. 1991 രാജീവ് ഗാന്ധിയെ ബോംബ് വെച്ച് കൊല്ലുന്നു. ഛിന്ന ഭിന്നമായ മൃതശരീരം പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് രാജീവ് ഗാന്ധി അന്ന് വധിക്കപ്പെട്ടത്. ഇതിൻ്റെ എല്ലാം ഇന്നത്തെ ഏറ്റവും ഇളതലമുറയാണ് രാഹുൽ ഗാന്ധി. യുവത്വം തിളങ്ങുന്ന ഇന്ത്യയുടെ ഭാവി പ്രതീക്ഷയായ രാഹുൽ ഗാന്ധിയുടെ പോരാട്ടങ്ങൾക്കൊപ്പം ഇന്ത്യയിലെ 142 കോടി ജനങ്ങൾ അണിനിരന്നുകൊണ്ട് നമ്മുടെ ജനാധിപത്യ മതേതരത്വ ജനാധിപത്യ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിന് വേണ്ടി, നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത നമ്മുടെ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിന് വേണ്ടി ഇന്ത്യ എന്ന രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സാമ്പത്തിക ശക്തിയായി വളർത്തിയെടുത്തവരെ സ്മരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പോരാട്ടങ്ങൾക്കൊപ്പം അണിനിരന്ന് നമ്മുടെ ഓരോ പൗരന്മാരും, പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതിൻ്റെ പ്രവർത്തകർ, ലീഡേഴ്സ് ഒറ്റക്കെട്ടായി രാഹുൽജിയെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്നതിന് ഈ വോയിസിലൂടെ ഞാൻ അപേക്ഷിക്കുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടമാണ് രാഹുൽ ഗാന്ധിയുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ കൃത്രിമങ്ങൾക്കെതിരായിട്ടുള്ള പുതിയ പോരാട്ടം ആരംഭിച്ചിരിക്കുന്നത്. വ്യക്തമായ തെളിവുകൾ നിരത്തി കൃത്രിമമായ രൂപത്തിൽ അധികാരത്തിലെത്തിച്ചേർന്ന ഇന്നത്തെ മന്ത്രിസഭയുടെ അവസ്ഥ പരിതാപകരമായിരിക്കുന്നു എന്ന വസ്തുത നമ്മൾ ചിന്തിക്കുക. രാഹുൽജിയുടെ പോരാട്ടങ്ങൾക്കൊപ്പം അണിനിരക്കുക. ഗോഡ് ബ്ലസ് യു all. Welcome to all my brothers and sisters, people of India, national integration of India. All welcome. Thanks. God bless you.